Assalamu alaikum wa rahmatullahi wa barakatuhu. Hi, my dear kids. Welcome to our today's session. كيف الحال dears? MashaAllah. Hope you are doing well. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على أشرف المرسلين وعلى آله وصحبه وسلم. ഓക്കെ ഡിയേഴ്സ്, കുറെ സ്റ്റുഡൻസ് നമ്മുടെ ക്ലാസ് കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുന്നുണ്ട് അല്ലേ? കുറെ കുട്ടികള് കമന്റ് ബോക്സിൽ നെയിം കമന്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. വെരി ഗുഡ്. കമന്റ് ചെയ്തവർക്കൊക്കെ ഇതാ മാമിന്റെ വക ഒരു ബലൂൺസ് ഉണ്ട്. ഗിഫ്റ്റ് പിടിച്ചോളൂ, ബലൂൺസ് പിടിച്ചോളൂ. മാഷാല്ല, കറക്റ്റ് ആയിട്ട് ക്ലാസ് ഫോളോ ചെയ്തു അല്ലേ? ഹോംവർക്ക് ചെയ്തവരാരും ഹോംവർക്ക് ചെയ്തു എന്ന് കമന്റ് ഇട്ടില്ലല്ലോ. ആദ്യത്തെ ഹോംവർക്ക് എന്ന് കൂടി കമന്റ് ചെയ്യണം കേട്ടോ. അപ്പൊ സൂപ്പർ കിഡ്സ് ആണ്. ഓക്കെ, നിങ്ങളുടെ ആരുടെയൊക്കെ വീട്ടിൽ പെറ്റ്സ് ഉണ്ട്? പെറ്റ് ആനിമൽസ് ആരുടെയൊക്കെ വീട്ടിലുണ്ട്? ആ, കുറെ ആളുടെ വീട്ടിലുണ്ട് അല്ലേ? കൗ ഉണ്ട്, ക്യാറ്റ്, റാബിറ്റ്, പാരറ്റ്, അങ്ങനെ കുറെ പെറ്റ് ആനിമൽസ് ഉണ്ട് അല്ലേ? ഹെൻ, വെരി ഗുഡ്, ഹെൻ ഉണ്ട്. ഓക്കെ, അപ്പൊ ഈ പെറ്റ് ആനിമൽസിന്റെ ഒക്കെ സൗണ്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? എന്താ ക്യാറ്റിന്റെ സൗണ്ട് എന്താ? ക്യാറ്റ് എന്തോ ഒരു സൗണ്ട് മേക്ക് ചെയ്യാറില്ലേ? യാ, വെരി ഗുഡ്. ഹെന്നിനോ? ഹെന്നിന്റെ സൗണ്ട് ഉണ്ട്. വെരി ഗുഡ്. ഫാത്തിമ മോള് ഹെന്നിന്റെ സൗണ്ട് മേക്ക് ചെയ്തു. വെരി ഗുഡ്. കൗവിന്റെ സൗണ്ട് ആരാ മേക്ക് ചെയ്യുന്നത്? മാഷാല്ലാ. അങ്ങനെ കുറെ സൗണ്ട്സ് ഉണ്ട്. അതുപോലെ നമ്മുടെ അറബിക് ലെറ്റേഴ്സിനും സൗണ്ട്സ് ഉണ്ട്. നിങ്ങൾക്കറിയോ? നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഒരു വീഡിയോയിൽ കുറെ ലെറ്റേഴ്സ് ഒക്കെ കണ്ടില്ലേ? ഓരോ ലെറ്റേഴ്സിനും ഓരോ സൗണ്ട് ഉണ്ട്. നമുക്ക് ഇംഗ്ലീഷ് ആൽഫബറ്റ്സ് അറിയാലോ. അതിലെ ലെറ്റർ എ, ആപ്പിൾ, അതിന്റെ സൗണ്ട് എന്താ? ലെറ്റർ എയുടെ സൗണ്ട് ആ സൗണ്ട് ആണ് അല്ലെ? അതുപോലെ നമ്മുടെ അറബിക് ലെറ്റേഴ്സിനും ആൽഫബറ്റ്സിന് ഓരോ സൗണ്ട് ഉണ്ട്. അതൊക്കെ നമുക്ക് ഇൻഷാല്ല പഠിക്കാം. ആർ യു റെഡി ഫോർ ടുഡേസ് സെഷൻ? ഇഫ് യു ആർ റെഡി, സ്റ്റാൻഡ് അപ്പ് ആൻഡ് ജംപ് 3 ടൈംസ്. നമ്മുടെ സെഷനിലേക്ക് റെഡി ആയിട്ടുള്ളവരൊക്കെ ഒരു 3 ടൈംസ് ജംപ് ചെയ്തിട്ടിരുന്നോളൂ. ഓക്കെ, വെൽ ഡൺ ഡിയേഴ്സ്, വെരി ഗുഡ്. ഓക്കെ, നമുക്കപ്പോ ദാ മാം സ്ക്രീനിൽ ഒരു സ്റ്റോറി ഷെയർ ചെയ്യാം കേട്ടോ. നിങ്ങൾ നോക്കിക്കോളൂ, നല്ലൊരു സ്റ്റോറിയാണ് കേട്ടോ. സ്ക്രീൻ കാണുന്നുണ്ടോ നിങ്ങൾക്ക്? കാണാം അല്ലേ? ഓക്കെ, സ്ക്രീനിൽ നിങ്ങൾക്ക് ആരെയൊക്കെ കാണാം? ആ, ആരെയൊക്കെ കാണുന്നുണ്ട്? ഒരു അബുനുണ്ട് അല്ലെ? ഒരു ക്യാപ്പൊക്കെ വെച്ച ഒരു അബുനെ നമുക്ക് കാണാം. ഒരു ഉമ്മുനെ കാണാം. അവരുടെ നല്ല ക്യൂട്ട് ആയിട്ടുള്ള ഒരു ഇബുനെയും കാണാം. അബുൻ, ഉമ്മുൻ, ഇബനുൻ, എ ഫാമിലി ഓഫ് കൈൻഡ് ഹേർട്സ്. നല്ലൊരു അബുന്റെയും ഉമ്മിന്റെയും ഇബുനിന്റെയും സ്റ്റോറിയാണ് കേട്ടോ. നമുക്കൊക്കെ അബുനുണ്ട്, ഉമ്മുനുണ്ട് അല്ലേ? നമ്മൾ അവരുടെ ഇബുനായിരിക്കും ഓർ ബിന്ദുനായിരിക്കും അല്ലെ? സൺ ഓർ ഡോട്ടർ ആയിരിക്കും. അപ്പൊ ഒരു നാട്ടില് നല്ലൊരു അബുനും ഉമ്മുനും ഉണ്ടായിരുന്നു. നല്ല തട്ടൊക്കെ ഇട്ട് ക്യാപ്പൊക്കെ വെച്ച് നല്ല അബുനും ഉമ്മുനും ആണ് കേട്ടോ. നമ്മുടെ പേരൻസിനെ പോലെ തന്നെ നല്ല പേരൻസ് ആണ് അവരും. അവർക്കൊരു ക്യൂട്ട് ആയിട്ടുള്ള ഒരു ഇബുനൻ ഉണ്ടായിരുന്നു. കണ്ടോ, നല്ല ഗ്രീൻ ഡ്രസ് ഒക്കെ ഇട്ട് ക്യാപ്പൊക്കെ വെച്ച് നമ്മളെ പോലെ മദ്രസ ക്ലാസ് ഒക്കെ കേൾക്കുന്ന, ഖുർആനൊക്കെ പഠിക്കുന്ന നല്ലൊരു കുട്ടിയാണ് കേട്ടോ ഇബുനൻ. അങ്ങനെ ആ ഇബുനൻ എന്താണ്, ഒരു ദിവസം ഇങ്ങനെ നടന്നു പോവാറുണ്ട് കേട്ടോ. ഇബുനൻ പുറത്ത് മുറ്റത്ത് ഔട്ട്സൈഡിൽ പ്ലേ ചെയ്യാണ്. ഇബുനൻ അന്ന് ഹോളിഡേ ആണ്. ആ സമയത്ത് അവൻ കുറച്ച് ടൈം എന്ത് ചെയ്യും, പ്ലേ ചെയ്യാറുണ്ട്. അങ്ങനെ പ്ലേ ചെയ്യുന്ന സമയത്ത് എന്ത് കണ്ടു? ഒരു പാവം കിറ്റി കരയുന്നത് കണ്ടു. മ്യാവ് മ്യാവ് പറഞ്ഞ് കരയുന്നത് കണ്ടു. ഭയങ്കര മഴ പെയ്യാൻ തുടങ്ങിട്ടോ. റെയിൻ, വെരി ഹെവി റെയിൻ. ആ സമയത്ത് പാവം കിറ്റി ഷിവറിങ്, ഇങ്ങനെ വിറച്ച് 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 വിറച്ചിരിക്കുന്ന കരയാണ് കേട്ടോ പാവം കിറ്റിയില്ലേ. ഭയങ്കര കരച്ചിലായിരുന്നു. എന്തു പറ്റിയതാ? ഈ റെയിനൊക്കെ ആയിട്ട് കിറ്റിക്ക് തണുത്തിട്ട് വയ്യ, ഭയങ്കര തണുപ്പല്ലേ. അപ്പൊ കിറ്റി ഇങ്ങനെ കരയാൻ തുടങ്ങി. ആ സമയത്ത് നമ്മുടെ ഇബിന് സങ്കടായി. ഇബിനുന് എന്ത് ചെയ്തു? കിറ്റി എന്തിനാവും കരയുന്നത് എന്നിങ്ങനെ ആലോചിച്ചു. എന്നിട്ട് ഓടിപ്പോയി അബുന്റെ അടുത്തേക്ക് ചെന്നു. അബുൻ അവിടെ ന്യൂസ് പേപ്പർ റീഡ് ചെയ്യാണ് കേട്ടോ. ഉമ്മൻ കുക്കിങ്ങിലാണ്.
അപ്പൊ അബുനോട് പറഞ്ഞു, അബുൻ, അവിടെ ഒരു പാവം കിറ്റി കരയുന്നു. തണുത്തിട്ടാന്ന് തോന്നുന്നു. മഴയത്ത് ഭയങ്കരായിട്ട് ഷിവറിങ് ഉണ്ട്. എന്താ ചെയ്യുക അബുൻ? കണ്ടിട്ട് സങ്കടാവുന്നു എന്ന് പറഞ്ഞു. അബുൻ പറഞ്ഞു, കമോൺ, നമുക്കതിനെ എടുക്കാം എന്ന് പറഞ്ഞ് അബുൻ പതിയെ എന്ത് ചെയ്തു, ആ കിറ്റീനെ എടുത്ത് വീടിന്റെ ഉള്ളിൽ കൊണ്ടുവന്നിട്ട് ഒരു ബ്ലാങ്കറ്റിന്റെ ഉള്ളിൽ സുഖമായിട്ട് പൊതിഞ്ഞ് കിടത്തി, ഒരു പഴയ ബ്ലാങ്കറ്റിന്റെ ഉള്ളിൽ. അപ്പൊ ആ സമയത്ത് ഇബിനുന് ഭയങ്കര ഹാപ്പി ആയി. ഇബിനുന് എന്ത് ചെയ്തു, ആ കിറ്റിനെ നോക്കുന്ന സമയത്ത് കിറ്റിന്റെ ഷവറിങ് ഒക്കെ മാറി സുഖമായിട്ട് ഇങ്ങനെ ഇരിക്കാണ്. പക്ഷെ അതിന്റെ വയറൊക്കെ ആകെ ഒട്ടി കിടക്കുക. ഫുഡ് കഴിച്ചിട്ട് കുറേ ആയിന്ന് തോന്നുന്നു. അപ്പൊ ഉമ്മുൻ എന്ത് ചെയ്തു, വേഗം കിച്ചണിൽ പോയി ഒരു ഗ്ലാസ് മിൽക്ക് എടുത്ത് കൊണ്ടുവന്ന് ഒരു പാനിൽ ഒഴിച്ചു കൊടുത്തു. പാല് കണ്ടതും കിറ്റിക്ക് ഭയങ്കര ഹാപ്പി ആയി. വേഗം ഫുൾ മിൽക്കും ഫിനിഷ് ചെയ്തു. വേഗം കുടിച്ചു. അങ്ങ് സുഖായിട്ട് പൊതച്ച് മൂടി കിറ്റി ഉറങ്ങി. അപ്പൊ ഇബിനുൻ പറഞ്ഞു, മാഷാ അല്ലാ, ഇപ്പൊ അത് ഹാപ്പി ആയി തോന്നുന്നുണ്ട്. അപ്പൊ അബുൻ പറഞ്ഞു, മാഷാ അല്ലാ ഇബ്നുൻ, നീ ചെയ്തത് നല്ലൊരു കാര്യമാണ് കേട്ടോ. നമ്മളെ പോലെ നമുക്കിപ്പോ ദാഹിച്ചാൽ ആരെങ്കിലും ഹെൽപ്പ് ചെയ്താല് നമ്മൾ ഹാപ്പി ആകൂലേ, അതുപോലെയാണ് ഈ കിറ്റിയും. അപ്പൊ കിറ്റിനെ ഹെൽപ്പ് ചെയ്തതിന് അള്ളാഹു നമുക്ക് ഹെൽപ്പ് ചെയ്യും. നമ്മൾ ആരെങ്കിലും ഹെൽപ്പ് ചെയ്താൽ അള്ളാഹു നമ്മളെ ഹെൽപ്പ് ചെയ്യൂലേ. അതുകൊണ്ട് നമ്മൾ എല്ലാരെയും, നമ്മുടെ ഫ്രണ്ട്സിനെയും ഫാമിലി മെമ്പേഴ്സിനെയും ഒക്കെ ഹെൽപ്പ് ചെയ്യണം. നമ്മുടെ ക്ലാസ്സിൽ ഇപ്പോൾ ഫുഡില്ല കൊണ്ടുവരാത്ത സ്റ്റുഡൻസ് ഉണ്ടാകും, ഫ്രണ്ട്സ് ഉണ്ടാകും, അവർക്ക് ഷെയർ ചെയ്യണം. നമ്മുടെ പെൻസിൽ നമ്മുടെ ഒരു ഫ്രണ്ട് ചോദിച്ചാൽ അവർക്ക് ഷെയർ ചെയ്യണം. അങ്ങനെ നമ്മൾ എപ്പോഴും ഷെയർ ചെയ്യണം. ബി കൈൻഡ് ടു അതേഴ്സ്. നമ്മൾ മറ്റുള്ളവരോട് കൈൻഡ് ആവണം അല്ലെ. അങ്ങനെ ഉപ്പയും ഉമ്മയും എന്ത് ചെയ്തു, കൈൻഡ് ആണ്. അതുപോലെ അവരുടെ ഇബിനും നല്ല കൈൻഡ് ആണ് കേട്ടോ. ആ, അബുൻ എവിടെ ഇവിടെ? നിങ്ങളൊന്ന് അബുനെ കാണിച്ചേ. ആ, അബുൻ നമുക്കൊരു ഹായ് തരുന്നുണ്ട് ട്ടോ. അബുന്റെ അടുത്ത് ആരൊരു പർദ്ദിക്കിട്ടിരിക്കുന്നത്? എല്ലാരും ഒന്ന് ഉറക്കെ പറഞ്ഞേ. അവന്റെ അടുത്ത് ആരാ ഇരിക്കുന്നേ? ഉമ്മുൻ. വെരി ഗുഡ്, മാഷാല്ലാ. അബുനും ഉമ്മുനും അവരുടെ അടുത്ത് നമ്മുടെ ഇബിനുൻ ഇരിക്കുന്നുണ്ട് അല്ലേ. ഇബിനുൻ, അബുൻ, ഉമ്മുൻ, ഇബിനുൻ. ഓക്കേ. അവരിതാ ഈവനിങ് ടൈമിൽ ഇങ്ങനെ പുറത്ത് വന്നിരിക്കുന്ന സമയത്താണ് നമ്മുടെ ആര് കണ്ടത്, കിറ്റിനെ കണ്ടത് അല്ലേ, നമ്മുടെ ഇബിനുൻ. നമ്മളപ്പോ ഈ ക്ലാസ്സിൽ 3 ലെറ്റേഴ്സ് ആണ് കേട്ടോ പഠിച്ചത്. ആ, ദാ ഈ ലെറ്റർ ഏതാണ്? ഫസ്റ്റ് ലെറ്റർ. മാം ഇപ്പൊ ഹൈലൈറ്റ് ചെയ്ത ലെറ്റർ ഏതാണ്? വിച്ച് ഇസ് ദിസ് ലെറ്റർ? ആ, 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 അബുൻ. ആ, അബുൻ. വെരി ഗുഡ്. ദിസ് ലെറ്റർ? ഉ, 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 ഉമ്മുൻ. ഉ, ഉമ്മുൻ. അ, അബുൻ. ഉ, ഉമ്മുൻ. ഇ, ഇബിനുൻ. ഇ, ഇബിനുൻ. വെരി ഗുഡ്. ആ കണ്ടോ? ആ പറയുമ്പോ നമ്മുടെ മൗത്ത് ഓപ്പൺ ആയിരിക്കും അല്ലേ. ആ, നമ്മള് വേദനയൊക്കെ എടുക്കുമ്പോ പറയൂലേ ആ, അതുപോലെയാണ് ആ പറയുന്നത്. ഊ, ഊ നമ്മുടെ ലിപ്സ് ഇങ്ങനെ റൗണ്ട് ആക്കിയിട്ടാണ് ഊ പറയുന്നത്. സ്മൈൽ ചെയ്യുന്നത് എങ്ങനെയാ? ഈ നമ്മുടെ ടീത്തൊക്കെ കാണിച്ച് സ്മൈൽ ചെയ്യൂലേ. എല്ലാരും ഒന്ന് സ്മൈൽ ചെയ്തേ. ഈ സ്മൈൽ പ്ലീസ്. ഈ ഇബിനൂൻ. ആ, ഉ, ഈ. ആ, ഉ, ഈ. ആ, ഉ, ഈ. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ 3 ലെറ്റേഴ്സ് ആണ് പഠിച്ചത്. ഏതൊക്കെയാണ്? അ, അബുൻ, ഉ, ഉമ്മുൻ, ഇ, ഇബിനുൻ. ഓക്കെ ഡിയേഴ്സ്, മാഷാഅല്ലാ, എല്ലാരും നന്നായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ട് കേട്ടോ. അടിപൊളിയായിട്ട് സ്റ്റോറി കേട്ടവർക്കൊക്കെ ഇതാ മാമിന്റെ ലവ്. ഇനിയിപ്പോ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾക്ക് ഒരു ആക്ടിവിറ്റി ഉണ്ട്. ആ, ഉ, ഇ എല്ലാം ഇങ്ങനെ സ്ട്രെയിറ്റ് വന്നിട്ട് അതിന്റെ മേലെയാണ് സിമ്പിൾസ് വരുന്നത്. ആന്റെ ഷേപ്പിലുള്ള അല്ലെങ്കിൽ ഉ, ഇ, ഇതിന്റെ അലിഫ് എന്നാണ് നമ്മൾ ബേസിൽ പറയുന്നത്. പിന്നെ ആ, ഉ, ഇ എന്നാണ് റീഡ് ചെയ്യുമ്പോൾ പറയുന്നത്. അത് മാം ഇപ്പൊ ബോർഡിൽ ഷെയർ ചെയ്യാം കേട്ടോ. അപ്പോ ആ ഷേപ്പിലുള്ള എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റ് നിങ്ങൾക്ക് എടുത്തിട്ട് വരാമോ? നിങ്ങളുടെ ഹൗസിൽ ആ, ഉ, ഇ ഇതിന്റെ ഏതെങ്കിലും ഒന്നിന്റെ ഷേപ്പിലുള്ള എന്തെങ്കിലും ഒബ്ജക്ട്സ് ഉണ്ടെങ്കിൽ ഒന്ന് ഫൈൻഡ് ചെയ്തേ. മാമും ഫൈൻഡ് ചെയ്യാം കേട്ടോ. നമ്മൾ എത്ര ആള് എത്ര ഒബ്ജക്ട്സ് ഫൈൻഡ് ചെയ്യുമെന്ന് നോക്കാം. ഓക്കെ. നീളത്തിലുള്ള ഇപ്പൊ ഇത് ആന്റെ ഷേപ്പാണ് അല്ലെ, അലിഫിന്റെ ഷേപ്പാണ്. അതുപോലെ ഒന്ന് ഫൈൻഡ് ചെയ്തേ. 5 മിനിറ്റ്സ് ഉണ്ട് കേട്ടോ, വേഗം ഫൈൻഡ് ചെയ്യണേ.
ഓക്കെ മാം ഫൈൻഡ് ചെയ്തു. ദാ പെൻ കണ്ടോ? പെൻ ഇങ്ങനെ ആന പോലെ ടോൾ ആണ് അല്ലേ? മേലുള്ളതൊന്നുമില്ല ബട്ട് ബേസ് അലിഫിനെ പോലെ ഉണ്ട് അല്ലേ? പിന്നെതാ ഒരു നെയിൽ കട്ടർ ഇതും അതിനെ പോലെ ഉണ്ട്. ആ ആലെ പോലെ ഉണ്ട്. നെക്സ്റ്റ് ഒരു സ്കെച്ച് പെൻ ഇതും അലിഫിനെ പോലെ ഉണ്ട്. നിങ്ങൾ ഫൈൻഡ് ചെയ്തോ? നിങ്ങളൊന്ന് ഫൈൻഡ് ചെയ്തിട്ടൊന്ന് മാമിനെ കാണിച്ചേ. ഓക്കെ കൊറേ ആള് ഫൈൻഡ് ചെയ്തു അല്ലേ? വെരി ഗുഡ്. പെൻസിൽ, ബ്രഷ്, മാഷാല്ലാ വെരി ഗുഡ്. സൂപ്പർ ആയിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ ഇനി നമുക്കൊന്ന് ബോർഡിലേക്ക് നോക്കാം. ഈ ലെറ്റേഴ്സ് എങ്ങനെയാണ് റൈറ്റ് ചെയ്യുന്നത് എന്ന് മാം ഒന്ന് സ്ക്രീനിൽ ഷെയർ ചെയ്യും. ഒരു മിനിറ്റ് കേട്ടോ. സ്ക്രീനിലേക്ക് നോക്കിക്കോളൂ. നമുക്ക് ലെറ്റേഴ്സ് എഴുതുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. സ്ക്രീൻ കാണുന്നുണ്ടല്ലോ, ബോർഡ് കാണുന്നുണ്ടല്ലോ. ഫസ്റ്റ് നമ്മള് ബേസ് ആയിട്ട് നമ്മൾ എഴുതുന്ന ലെറ്റർ അലിഫ് അലിഫാണ് കേട്ടോ. ഇതാ സ്ക്രീനിൽ മാം കാണിക്കാം. നമ്മുടെ ബേസ് ആയിട്ടുള്ള ലെറ്റർ അലിഫാണ്. ദാ ഇതാണ് നമ്മുടെ അലിഫ്. കണ്ടോ? ഇതാണ് നമ്മുടെ സൂപ്പർ സ്റ്റാർ അലിഫ്. അലിഫാണ് മം. ഓക്കെ നമുക്ക് അലിഫിനെ ഒരു സർക്കിളിന്റെ ഉള്ളിലാക്കാം. അലിഫാണ് മം. മമ്മ ലെറ്റർ അലിഫിന് 3 ബേബീസ് ഉണ്ട് കേട്ടോ. 3 ബേബീസ് ഉണ്ട് നമ്മുടെ അലിഫിന്. ഏതൊക്കെയാണ് അവർ ബേബീസ് എന്ന് നമുക്ക് നോക്കാം. ബേബീസിനെ നമുക്ക് താഴെ എഴുതാം. ഈ അലിഫ് മമ്മ അലിഫിന് 3 ബേബീസ് ഉണ്ട് കേട്ടോ. ആരൊക്കെയാണ്? ബേബി ആ, ബേബി ഉ ആൻഡ് ബേബി ഇ. ആ ഉ ഇ ഇങ്ങനെ 3 കിഡ്സ് ആണ് കേട്ടോ ഉള്ളത്. നമ്മുടെ മമ്മ അലിഫിന് 3 കിഡ്സ് ഉണ്ട്. ബേബി ആനെ നമ്മളൊരു ബോക്സിലാക്കി. ബേബി ഊനെ നമ്മളൊരു ട്രയാങ്കിളിന്റെ ഉള്ളിലാക്കി. കണ്ടോ നിങ്ങള്? അപ്പൊ നമ്മുടെ അലിഫിന്റെ ബേബീസ് ആണ് കേട്ടോ ഇവര് 3 പേരും. ആ ഉ ഇ. ഇനി നമ്മൾ കുറേ സ്ഥലങ്ങളിൽ ഇവരെ മീറ്റ് ചെയ്യൂട്ടോ. അപ്പൊ ഇവരെ മറക്കാൻ പാടില്ല കേട്ടോ. ആരും മറക്കരുതേ. ആ ഉ ഇ. ആ വേർഡ് ഏതായിരുന്നു? ആ അബുൻ, ഉ ഉമ്മുൻ, ഇ ഇബിനുൻ. വെരി ഗുഡ് മാഷാഅല്ലാ. മാം എഴുതിയത് കണ്ടോ എങ്ങനെയാണ് റൈറ്റ് ചെയ്തത് എന്ന്? ഇതുപോലെ മാം കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു അല്ലേ? നിങ്ങൾ മദ്രസ ക്ലാസ്സിലേക്ക് ഒരു നോട്ട്ബുക്ക് എടുത്ത് വെക്കണം. ആ നോട്ട്ബുക്കിൽ ഫസ്റ്റ് ചാപ്റ്റർ 1 എന്ന് എഴുതിയിട്ട് മമ്മ അലിഫിനെ എഴുതണം. അതിന്റെ 3 ബേബീസ് ആ ഉ ഇ ഇവരെയും റൈറ്റ് ചെയ്യണം. ഒരു താഴേക്ക് ഒരു 5 ടൈംസ് ഓർ 10 ടൈംസ് എഴുതണം കേട്ടോ. നെക്സ്റ്റ് ക്ലാസ്സിന് മുമ്പ് റൈറ്റ് ചെയ്യണം. എന്നിട്ട് കമന്റ് ബോക്സിൽ ഐ ഡിഡ് ദ ഹോംവർക്ക് എന്ന് ഈ ക്ലാസ്സിന്റെ കമന്റ് ബോക്സിൽ ചെയ്യണം കേട്ടോ. ഓക്കെ എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം? നെക്സ്റ്റ് സ്റ്റോറീസും ലെറ്റേഴ്സും ഒക്കെ പഠിക്കാം. ഈ 3 ലെറ്റേഴ്സ് എല്ലാരും നന്നായിട്ട് പഠിച്ചിട്ട് വരണം കേട്ടോ. പഠിക്കൂലേ? ഇൻഷാല്ല അടുത്ത ക്ലാസ്സിൽ പുതിയ സ്റ്റോറീസ് ഒക്കെ മാം നിങ്ങൾക്ക് പറഞ്ഞു തരൂ കേട്ടോ. അടിപൊളിയായിട്ട് ഉഷാറായിട്ട് നെക്സ്റ്റ് ക്ലാസ്സിലേക്ക് വരണം. നെക്സ്റ്റ് ക്ലാസ് സൂപ്പർ സർപ്രൈസ് സ്റ്റോറി ഉണ്ട് കേട്ടോ. ഓക്കെ ആ ഉ ഇ ഈ 3 ലെറ്റേഴ്സ് മറക്കാൻ പാടില്ല. ഓക്കെ വെരി ഗുഡ് മാഷാല്ലാ. എന്നിട്ട് എന്ത് ചെയ്യണം? നിങ്ങളുടെ നോട്ട്ബുക്കിൽ അബുൻ, ഉമ്മുൻ, ഇബിനുൻ ഇവരുടെ 3ആളുടെയും ഒരു പിക്ചർ ഉണ്ടെങ്കിൽ സ്റ്റിക്ക് ചെയ്യണം. അബുൻ നിങ്ങളുടെ ഫാദറിന്റെ പിക്ചർ സ്റ്റിക്ക് ചെയ്യാം. ഉമ്മുൻ നിങ്ങളുടെ മദറിന്റെ പിക്ചർ സ്റ്റിക്ക് ചെയ്യാം. ഇബുനുനാണ് നിങ്ങൾ ഒരു ബോയ് ആണെങ്കിൽ നിങ്ങളുടെ പിക്ചർ സ്റ്റിക്ക് ചെയ്യാം. ഇനി ബിന്ദുനാണ് നിങ്ങളുടെ ഡോട്ടർ ഒരു ഗേൾ ആണെങ്കിൽ എന്ത് ചെയ്യാം? നിങ്ങളുടെ പിക്ചർ സ്റ്റിക്ക് ചെയ്യണം. ഓക്കെ ഇത്രയും 3 ചെയ്തിട്ട് ഐ ഡിഡ് ദ ഹോംവർക്ക് എന്ന് കമന്റ് ചെയ്യണം. ഇൻഷാല്ല നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സ് ഫാമിലിയിലേക്ക് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. Okay dears, see you in the next session. Let's wind up with salat. Sallallahu ala Muhammad sallallahu alayhi wa sallam. Assalamu alaikum wa rahmatullahi wa barakatuhu. Bye bye dears. See you in the next class.